ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗം തുടങ്ങുന്നു. കടങ്ങളെല്ലാം നിങ്ങളുടെ തീരും, പണം നിങ്ങളെ തേടി വരും. ഇനി നിങ്ങൾക്ക് രാജാവായി ജീവിക്കാനുള്ള ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ആദിത്യൻ മീനം രാശിയിൽ ഉത്രട്ടാതി രേവതി ഞാറ്റുവേലകളിലാണ്. ചന്ദ്രൻ ശുക്ലപക്ഷ പ്രഥമം മുതൽ അഷ്ടമി വരെയുള്ള തിഥികളിൽ സഞ്ചരിക്കുന്നു. പുതിയ ചാന്ദ്രവർഷമായ വിശ്വവാസു ആരംഭിക്കുന്നത് ഞായറാഴ്ചയാണ്. അതായത് ഇന്നു മുതൽ. ചൈത്രമാസവും വസന്ത ഋതുവും ഇന്നാണ് തുടങ്ങുന്നത്. ഏപ്രിൽ 3-ന് അതായത് ചൊവ്വ കർക്കടകത്തിൽ പ്രവേശിക്കുന്നു. ചൊവ്വയുടെ നീചക്ഷേത്രമാണ് കർക്കടകം രാശി. ബുധനും ശുക്രനും മീനം രാശിയിൽ തുടരുന്നു. ഇരു ഗ്രഹങ്ങളും ഉത്രട്ടാതിയിൽ നിന്നും പൂരുരുട്ടാതിയിലേക്ക് ഈ ആഴ്ചയിൽ വക്രസഞ്ചാരം തുടങ്ങുകയാണ്. ശനി മീനം രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പൂരുരുട്ടാതി 4-ാം പാദത്തിലാണ്. രാഹുവും മീനം രാശിയിൽ പൂരുരുട്ടാതിയിലാണ്. ബുധശുക്രന്മാർ ഉൾപ്പെടെ ഈ ആഴ്ച 4 ഗ്രഹങ്ങൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ മുന്നോട്ടും പിന്നോട്ടുമൊക്കെയായി സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണിയിലാണ്. കേതു കന്നി രാശിയിൽ അതായത് ഉത്രം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 മണി വരെ ചിങ്ങ രാശിക്കാർക്കും തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ കന്നി രാശിക്കാർക്കും അഷ്ടമരാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു. അതിനുമേൽ വ്യാഴാഴ്ച വൈകിട്ട് വരെ തുലാം രാശിക്കാർക്കും ഉപരി ആ ആഴ്ചയുടെ ബാക്കി ഭാഗം വൃശ്ചിക രാശിക്കാർക്കും അഷ്ടമരാശി ഭവിക്കുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ആളുകളുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് ഈ ആഴ്ച കർമ്മഗുണവും ഫലസിദ്ധിയും ഉള്ള ആഴ്ചയാണ്. നൂതനമായ കാര്യങ്ങൾ വളരെയധികം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കും. അവ സന്നിവേശിപ്പിക്കാൻ ഉത്സുകത കാട്ടുന്നതാണ്. പ്രായോഗിക കാഴ്ചപ്പാട് നിങ്ങളുടെ അഭിനന്ദിക്കപ്പെടും. സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ധനവരവ് സന്തോഷം നൽകുന്ന ആഴ്ച തന്നെ. എന്നാൽ 12-ാം രാശിയിൽ വ്യയസ്ഥാനത്ത് ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ചെലവ് വളരെയധികം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിനായി യാത്ര വേണ്ടി വന്നേക്കും. വിരുന്നുകളിൽ അതുമല്ലെങ്കിൽ സുഹൃത്ത് ബന്ധു സമാഗമങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അധികം ചെവി കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. അവയിൽ നിന്നും നിങ്ങൾക്ക് ഗുണപാഠങ്ങൾ വന്നു ചേരണമെന്നില്ല. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. സ്വന്തം ആശയങ്ങളിൽ വളരെയധികം വിശ്വാസമേറും. അവയുടെ പ്രായോഗികത വലിയ വിജയകരമായിരിക്കുമെന്ന് പൂർണ്ണമായി കരുതുകയും ചെയ്യും. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെ ആവണമെന്നില്ല. എന്നാൽ തന്മൂലം ഇച്ഛാഭംഗങ്ങളും തന്മൂലം വളരെയധികം മനപ്രയാസങ്ങളും വന്നു ചേരും. ബിസിനസ് യാത്ര വളരെയധികം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. എല്ലാ യാത്രകളും നേട്ടങ്ങൾ കൊണ്ടുവരണമെന്നില്ല. ബന്ധുക്കളുടെ സഹകരണം വളരെയധികം കുറയുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വളരെയധികം ചെലവ് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു ചേരും. ഇവരുടെ ബുദ്ധിപരമായ സത്യസന്ധത പലപ്പോഴും മനസ്സിലാക്കപ്പെടണമെന്നില്ല. മിതവ്യയം ശീലമാക്കുന്നതും വളരെയധികം ഗുണകരമാകുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. സ്വാശ്രയ വ്യാപാരത്തിൽ മുഴുകിയ ആളുകൾക്ക് വെല്ലുവിളികൾ ഉയർന്നേക്കാം. അധികാരികൾ സ്ഥാപനം പരിശോധിക്കുവാനും ഫൈൻ ചുമത്തുവാനും ഇടയുണ്ട്. മനസ്സിന് ഏകാഗ്രത കുറയുന്ന ആഴ്ചയാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണെന്നുള്ള കാര്യം വളരെയധികം ഓർമ്മയിലുണ്ടാവണം. നിങ്ങളുടെ പിതാവിൽ നിന്നും ധനം ലഭിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഹ്രസ്വകാല കോഴ്സിൽ ചേരുവാൻ കഴിയും. അയൽ തർക്കങ്ങൾ മുൻകൈയെടുത്ത് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ജന്മനാട്ടിലെ ക്ഷേത്രോത്സവത്തിൻ്റെ നിർവഹണ ചുമതലയിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. സ്വയം ഉണരുകയും ഉന്നമന ബോധം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ആഴ്ചയാണ്. ഗ്രഹങ്ങളുടെ അനുകൂല സഞ്ചാരം പ്രയോജനപ്പെടുത്തുവാൻ യാതൊരു രീതിയിലും നിങ്ങൾ മടിക്കരുത്. സർക്കാർ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന പക്ഷം എല്ലാം നടന്നു കിട്ടും. ബിസിനസ്സിൽ നിക്ഷേപങ്ങൾ ഗുണവത്താകുന്ന കാലമാണ്. വിപണന തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് വളരെയധികം സഫലത ഉണ്ടാകും. പിന്തുണയ്ക്കുവാൻ ആളുകൾ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സമൂഹത്തിൽ അധികാരവും സ്വാധീനവും വർദ്ധിക്കുന്ന ആഴ്ചയാണ്. സുഖലോലുപതയും ഫോക്കസിദ്ധിയും ഉണ്ടാകും. ധനവരവ് വളരെയധികം വർദ്ധിക്കുന്നതാണ്. വിദേശത്ത് നിന്നും നല്ല വാർത്തകൾ കേൾക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ്.
അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ചന്ദ്രസഞ്ചാരം 10 മുതലുള്ള ഭാവത്തിലാണ്. തന്മൂലം കർമ്മരംഗം വളരെയധികം ഉണരുന്നതാണ്. ആസൂത്രണ മികവ് ഗുണകരമായി തീരുന്നതിൽ വളരെയധികം പ്രതിഫലിക്കും. വിജയഘടകങ്ങൾ സ്വാഭാവികമായ രൂപം കൊണ്ടേക്കും. ബന്ധുവിന് കടം നൽകിയ തുക മടക്കി കിട്ടുന്നതാണ്. സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിലകൊള്ളുവാനും നിങ്ങൾക്ക് സാധിക്കും. വാക്കുകളിൽ സമാധാനം പ്രകടമാകും. ബുദ്ധി കൗശലവും കൗശല ബുദ്ധിയും രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ സാമാന്യം തൃപ്തികരമായി തുടരുന്നതാണ്. മകന്റെ നിർബന്ധത്തിന് വഴങ്ങി പുതിയ വാഹനം ബുക്ക് ചെയ്യുവാനും സാധിക്കും. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. വാരാദ്യം അനുകൂലമായ ഫലങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതാണ്. പ്രശ്ന പരിഹാര ശ്രമങ്ങളിൽ സ്വയം സംതൃപ്തി അനുഭവിക്കും. മത്സരാധിഷ്ഠിത കരാറുകൾ നേടുന്നതാണ്. കലാപ്രവർത്തനം സൽകീർത്തിയും ധനലാഭവും സമ്മാനിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അവധിക്കാല കോഴ്സുകളിൽ ചേരുവാൻ നിർബന്ധിതരാകേണ്ടി വരും. വ്യാഴം മുതൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഭവിക്കുക. ആഡംബര ചെലവുകൾ വളരെയധികം വർദ്ധിക്കുന്ന വാരമാണ്. ആരോഗ്യ പരിരക്ഷ അനിവാര്യമായി തീരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പരിശ്രമ ഫലം എല്ലാ രീതിയിലും ഫലവത്താകും. കാര്യതടസ്സങ്ങളെ സമർത്ഥമായി മറികടക്കുവാൻ സാധിക്കുന്നതാണ്. ആദർശം മാത്രമല്ല പ്രായോഗികതയും ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്നറിയുന്നതാണ്. സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ സാധിക്കും. എന്നാൽ നിലപാടുകൾ തൻ്റേതായിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസമുണ്ടാകും. കടബാധ്യതകൾ കുറയ്ക്കുവാൻ വഴി തെളിയുന്നതാണ്. വ്യാപാര മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. പ്രൊഫഷണലുകളായ ആളുകൾക്ക് സ്വയം സജ്ജീകരിച്ച് മത്സരങ്ങളെ നേരിടുവാൻ സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വായ്പ നേടുന്നതിനായുള്ള ശ്രമം തുടരും. വെള്ളി ശനി ദിവസങ്ങളിൽ പതിവിലും അലച്ചിൽ ഏറെ ഉണ്ടാകുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. തൊഴിൽ മേഖലയിൽ വളരെയധികം വളർച്ച വന്നെത്തും. സംയുക്ത സംരംഭങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകുന്നതാണ്. തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തുവാൻ മടിക്കില്ല. ഗവേഷണം, ശാസ്ത്ര പഠനം എന്നിവയിലെ നിരീക്ഷണങ്ങൾക്കും നിഗമനങ്ങൾക്കും സ്വീകാര്യത ലഭിക്കുന്നതാണ്. ബന്ധുവിൻ്റെ സഹായ അഭ്യർത്ഥന നിരസിച്ചതിനാൽ ശത്രുതയിലാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വളരെയധികം വർദ്ധിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ എല്ലാ രീതിയിലും സ്വീകരിക്കുന്നതാണ്. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാവണം. വെള്ളി ശനി ദിവസങ്ങൾക്ക് ഗുണം അല്പം കുറയുകയും ചെയ്യുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. കാര്യസാധ്യം എളുപ്പമല്ലെന്ന് ഈ ആഴ്ച അനുഭവിച്ചറിയേണ്ടി വരും. കടമ്പകൾ വളരെ വലുതായി തോന്നുന്നതാണ്. മുന്നേറ്റത്തിന് വഴികൾ തെളിഞ്ഞേക്കില്ല. പ്രതിബന്ധത്തിന് അഷ്ടമത്തിലെ പാപഗ്രഹങ്ങളാണ് കാരണമാകുന്നത്. നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിലും പഴി കേൾക്കേണ്ടി വരും. കുടുംബസുഖം, ദാമ്പത്യ സംതൃപ്തി എന്നിവ കഷ്ടങ്ങൾക്കിടയിൽ വെള്ളി രേഖകളായിത്തീരും. സുഹൃത്തുക്കളുടെ മാനസിക പിന്തുണ വളരെയധികം കരുത്തേകും. ധനപരമായ ആവശ്യങ്ങളെല്ലാം നടന്നു കിട്ടും. മകന് വിദേശ പഠനത്തിനുള്ള അവസരവും ലഭിക്കുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂർവകാല സ്മരണകൾ ഉള്ളിൽ നിറയുന്ന ആഴ്ചയാണ്. ആലസ്യവും കർമ്മ പാരമുഖ്യവും ഉണ്ടാകും. ചുമതലകൾ ആരെയെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും. മനസ്സിനെ രമിപ്പിക്കുന്ന കാര്യങ്ങളിൽ മുഴുകുവാൻ കഴിയും. പ്രണയം പുഷ്ടിപ്പെടുന്നതാണ്. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി കഴിയുന്നത് വളരെയധികം സൗകര്യമാകും. സുഹൃത്തുക്കളുമൊത്ത് യാത്രകൾ ആസൂത്രണം ചെയ്യുവാനിടയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ അസന്തുഷ്ടിയെ അഭിമുഖീകരിക്കേണ്ടി വരും. വ്യാപാരത്തിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. സാമ്പത്തിക അച്ചടക്കം ഈ ആഴ്ച വളരെയധികം അനിവാര്യമാണ്. വാരാദ്യ ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ ശ്രദ്ധിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഞായർ മുതൽ ചൊവ്വ വരെ വേണ്ടത്ര ഗുണമുണ്ടാകില്ല. ഏകാഗ്രത വളരെയധികം കുറയുന്നതാണ്. വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റുവാൻ ഇടയുണ്ട്. ശ്രോതാവ് സംഭാഷണം തെറ്റിദ്ധരിച്ചേക്കാം. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം അമിതമാകുന്ന ആഴ്ചയാണ്. ബുധൻ മുതൽ മാറ്റങ്ങൾ പ്രകടമാകും. കർമ്മജ്ഞാനേന്ദ്രിയങ്ങളുടെ ഏകോപനം സാധ്യമാകുന്നതാണ്. ആസൂത്രണവും നിർവഹണവും നേർവരയിലാകും. നിങ്ങളുടെ അധ്വാനം തിരിച്ചറിയപ്പെടുകയും വിലമതിക്കപ്പെടുകയും ചെയ്യും.
പണക്കഷ്ടം പരിഹരിക്കപ്പെടുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ അനുകൂലമായ ഷിഫ്റ്റിൽ ജോലി ചെയ്യുവാനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടുന്ന ആഴ്ചയാണ്. പുതിയതായി പലതും പഠിച്ചറിയും. തൻ്റെ കഴിവുകൾ എന്ന പോലെ പരിമിതികളും തിരിച്ചറിയുന്നതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ്. വൈകാരിക സമീപനം ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. ഏകാഗ്രത കുറയുന്നതായി തോന്നുന്നതാണ്. സ്വന്തം ബിസിനസ്സിൽ വരുമാനം വളരെയധികം വർദ്ധിക്കും. അവസരങ്ങൾക്ക് കാത്തിരിക്കുവാനുള്ള ക്ഷമ അല്പം കാട്ടുന്നതും ഗുണകരമാകും. അഷ്ടമ രാശിക്കൂർ ആകയാൽ ആദ്യ 3 ദിവസങ്ങൾ ശുഭാരംഭങ്ങൾക്ക് ഉചിതമല്ല. വാഹനയാത്രയിൽ വളരെയധികം കരുതൽ വേണം. മറ്റു ദിവസങ്ങളിൽ ചുറ്റുപാടുകളെ വരുതിയിലാക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. സാധാരണ കാര്യങ്ങളും പതിവ് ഉത്തരവാദിത്തങ്ങളും ഒരുവിധം ഭംഗിയായി തന്നെ നടന്നു കിട്ടും. ആവശ്യങ്ങൾക്ക് ധനം യാതൊരു രീതിയിലും തടസ്സമാകുന്ന ആഴ്ചയല്ല. എന്നാൽ വലിയ സംരംഭങ്ങൾക്ക് വിളംബം ഉണ്ടാകുന്നതാണ്. തുലാം രാശിക്കാർക്ക് കൂടുതൽ മെച്ചം കിട്ടുന്ന കാലം തന്നെ. കന്നി രാശിക്കാർക്ക് സാമ്പത്തിക അച്ചടക്കം അനിവാര്യമാണ്. ഈ ആഴ്ച ജന്മ നക്ഷത്രാധിപനായ ചൊവ്വയ്ക്ക് നീചസ്ഥിതി വരുന്നതിനാൽ ചിത്തിര നാളുകാർ പൊതുവെ കൂടുതൽ കരുതൽ പുലർത്തണം. ഭൂമി വിൽപ്പനയിലും കൂട്ടു ബിസിനസ്സിലും നഷ്ടം വരുവാൻ ഇടയുണ്ട്. തർക്കങ്ങളിൽ മുഴുകരുത്. പൊതുപ്രവർത്തകർ ആരോപണ വിധേയരാകുവാനും ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. 6ാം ഭാവത്തിലാണ് പാപഗ്രഹങ്ങൾ. സങ്കല്പത്തിനുമപ്പുറം ഗുണഫലങ്ങൾ തരുവാൻ അവയ്ക്ക് കെൽപ്പുണ്ടാകുന്നതാണ്. നിങ്ങൾ അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. വിഘ്നങ്ങളെ നിഷ്പ്രയാസം നിവാരണം ചെയ്യുവാൻ കഴിയും. വീട്ടിൽ മാത്രമല്ല നാട്ടിലും നിങ്ങൾ അഭിനന്ദനീയരാകും. സർക്കാർ അതുമല്ലെങ്കിൽ അടുത്ത സർക്കാർ കാര്യങ്ങളിലെല്ലാ രീതിയിലും അനുമതികൾ നേടുവാൻ കഴിയുന്നതാണ്. തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവർത്തന സജ്ജതയോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയും. കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ വേഗം തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ്. അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയും. ധനവിനിയോഗം കൃത്യവും സൂക്ഷ്മവും ആയിരിക്കുവാൻ സ്വയം തീരുമാനിക്കുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മനോവകർമ്മങ്ങളിൽ വളരെയധികം കരുതൽ വേണ്ടതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ശനി മാറ്റത്തിന് ഗുണഫലങ്ങൾ കിട്ടിത്തുടങ്ങുവാൻ വൈകുന്നതാണ്. എന്നിരുന്നാലും കർമ്മരംഗത്ത് സുഗമത പ്രതീക്ഷിക്കാം. ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും കഴിയുന്നതാണ്. ബന്ധുക്കളുടെ ഇടയിലെ അനൈക്യം പരിഹരിക്കുവാൻ മുൻകൈയെടുക്കും. വില്ലേജ് അതുമല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളിൽ നിന്നും അപേക്ഷിച്ച രേഖകൾ കിട്ടുന്നതാണ്. രോഗപരിശോധനയിൽ സംശയിച്ച രോഗമില്ലെന്നത് വ്യക്തമായത് കാരണം മനസ്സിന് വലിയ ആശ്വാസവും സന്തോഷത്തിനും കാരണമാകും. കുടുംബത്തോടൊപ്പം അവധിക്കാല യാത്രകൾക്ക് തയ്യാറെടുക്കുന്നതാണ്. സ്ഥാപനത്തിന് പുതിയ വാടക കെട്ടിടം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ഊഹാപോഹങ്ങളിൽ അമിതമായ വിശ്വാസം നന്നല്ല. യാഥാർത്ഥ്യം സ്വയം മനസ്സിലാക്കി മുന്നോട്ടു പോകേണ്ടതാണ്. ചില ദൃഢനിശ്ചയങ്ങൾ ഇളകിപ്പോകുന്നതായി തോന്നും. കീർത്തിയും സൽപ്പേരും ആഗ്രഹിക്കും. പക്ഷേ അവ ബോധപൂർവം സൃഷ്ടിക്കുവാനാവില്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. കലാപരമായി മുന്നേറ്റം ഉണ്ടാകുന്ന ആഴ്ചയാണ്. എതിർപ്പുകളെ പ്രതിരോധിക്കുവാൻ കഴിയും. പുതിയ കാര്യങ്ങളോട് പുറം തിരിയാതെ അവയിൽ അന്തസാരം ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളണം. ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം സുലഭവും സുഭിക്ഷവുമായി തീരുന്നതാണ്. ഭോഗസുഖം ദാമ്പത്യ സംതൃപ്തി ഇവ പ്രതീക്ഷിക്കാം. വെള്ളി ശനി അഷ്ടമരാശി ദിനങ്ങളായതിനാൽ വളരെയധികം കരുതൽ വേണ്ട ആഴ്ചയാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ശത്രുക്കളുടെ ആരോപണങ്ങളെ സമർത്ഥമായി നേരിടുവാൻ സാധിക്കും. ഒപ്പമുള്ളവരുടെ കുതന്ത്രങ്ങളെയും തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ്. കർമ്മോത്സുകത വളരെയധികം വർദ്ധിക്കും. മാർക്കറ്റിംഗ് രംഗത്ത് നന്നായി ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ വ്യാപാരം പുരോഗമിക്കും. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിൽ ഔത്സുക്യം പുലർത്തുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം ദൃഢമാക്കും. കലാപരമായ കഴിവുകൾ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങൾ വിശേഷിച്ചും സഹോദര ബന്ധം ദൃഢമാകുന്നതിനുള്ള സാഹചര്യം ഉദിക്കുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസം വന്നുചേരുന്ന കാലമാണ്.
അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ആത്മവിശ്വാസം കുറയുവാൻ ഇടയുണ്ട്. മനസ്സിൽ അകാരണ വിഷാദം ചേക്കേറാം. മറ്റുള്ളവരുടെ വാക്കുകൾ ന്യായവും അന്യായവും പരിഗണിക്കാതെ അവരെ പിന്തുണയ്ക്കും. വാഹനം ഉപയോഗിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വാശ്രയ വ്യാപാരത്തിൽ കരുതൽ വളരെയധികം അനിവാര്യമാണ്. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ പറ്റിക്കപ്പെടാം. സുഹൃത്തുക്കളുടെ വിശ്വാസം വർദ്ധിക്കും. ബന്ധുക്കളുടെ സഹായം സ്വീകരിക്കുന്നതാണ്. സാമ്പത്തികമായ അവസ്ഥ മോശസ്ഥിതിയിലാവില്ല. ഞായർ മുതൽ ചൊവ്വ വരെ എല്ലാ കാര്യങ്ങളിലും സുഗമത കുറയുന്നതാണ്. ബുധൻ മുതൽ ദേഹസുഖം, മനസന്തോഷം ഇവ അനുഭവപ്പെടുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ചിന്താപരത കൂടുവാൻ ഇടയുണ്ട്. പ്രത്യേകിച്ചും ഒന്നും ചെയ്യുവാനില്ലെന്ന തോന്നൽ ബലപ്പെടും. ആലസ്യം മനസ്സിനെയും ബാധിക്കുന്നതാണ്. വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യം തുടരുകയും ചെയ്യും. മക്കളുടെ കാര്യത്തിൽ വളരെയധികം കരുതലുണ്ടാവണം. സമയബന്ധിതമായി തീർക്കേണ്ട ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് ക്ലേശിക്കേണ്ടി വരും. മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ യോഗ, ധ്യാനം, നാമജപം ഇവ പരിശീലിക്കുന്നതും ഗുണകരമാകും. വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉത്തമം. ധനപരമായി മോശം കാലമല്ല. ന്യായമായ ആവശ്യങ്ങൾ ധനക്കുറവിനാൽ തടസ്സപ്പെടുകയുമില്ല. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ ഇടയുള്ള ആഴ്ചയാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ ഭവിക്കുന്ന കാലമാണ്. ദൂരസ്ഥലത്തേക്ക് ജോലിമാറ്റം ഉണ്ടാകുവാൻ ഇടയുണ്ടെന്നറിയുന്നതിനാൽ സംഘടനകളുടെ നേതാക്കളെ കാണും. വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസ്സുകളിലേക്ക് നയിക്കപ്പെടുന്നതാണ്. കരാർ ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് അവ നീട്ടിക്കിട്ടുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം സംഭവിക്കും. മാനസിക പിരിമുറുക്കം അധികമാകാതിരിക്കുവാൻ ധനുരാശിക്കാർ മുൻകരുതലെടുക്കുന്നതും വളരെയധികം ഗുണകരമാകും. മകരരാശിക്കാർക്ക് സഹോദരാനുകൂല്യം പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ആഹ്ലാദിക്കുവാനുള്ള സാഹചര്യവും സംജാതമാകുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയും. ഉന്നത വ്യക്തികളുടെ പിന്തുണ ലഭിക്കുന്ന കാലമാണ്. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. പാരമ്പര്യമായി കിട്ടേണ്ട ധനം കൈവശം വന്നു ചേരുന്നതാണ്. കടം കൊടുത്ത തുക മടക്കി കിട്ടുന്നതാണ്. മൂന്നാമെഴുത്ത് ഗ്രഹാധിപത്യം സാഹസങ്ങൾക്ക് പ്രേരണയേകും. പക്ഷെ കരുതൽ വേണ്ടതാണ്. മകൻ്റെ ഭാവി വിദ്യാഭ്യാസത്തിൽ തീരുമാനം എടുക്കുന്നതാണ്. കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുവാൻ ജന്മനാട്ടിലേക്ക് പോകുവാൻ ഇടയുള്ള ആഴ്ചയാണ്. പാരിതോഷികം ലഭിക്കും. ഉറ്റവർക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ യാതൊരു രീതിയിലും ഈ ആഴ്ച നിങ്ങൾ മടിക്കില്ല. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. ആവശ്യം അറിയിച്ചില്ലെങ്കിൽ തന്നെയും സഹായിക്കുവാനും പിന്തുണയ്ക്കുവാനും പല ആളുകളും ഉണ്ടാകുന്ന ആഴ്ച തന്നെ. സംരംഭങ്ങളിൽ ആസൂത്രണ മികവ് പുലർത്തുവാൻ കഴിയും. ധനവിനിയോഗത്തിൽ കർശനമായ അച്ചടക്കം പാലിക്കും. കടബാധകൾ പരിഹരിക്കുവാനുള്ള പോംവഴി തെളിയുന്നതാണ്. വ്യാപാരികൾക്ക് കരുതിയ അത്രയും വിപുലമായി തന്നെ വ്യാപാരം നടത്തുവാൻ കഴിയുന്നതാണ്. ദൈവിക സമർപ്പണങ്ങൾ മുടക്കില്ല. മകൻ്റെ ആവശ്യങ്ങൾ നിർബന്ധ ബുദ്ധിയോടെ തന്നെ നേടിക്കൊടുക്കേണ്ടി വരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യം ജനിക്കുന്നതാണ്. എന്നാൽ അതിനുള്ള ശരി വഴി തെളിയുകയുമില്ല. ഉത്സാഹം ഉപേക്ഷിക്കുവാനും ഈ ആഴ്ച കഴിയുന്നതല്ല. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. കലഹപ്രേരണയെ നിയന്ത്രിക്കേണ്ടി വരും. രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉള്ളതിനാൽ വാക്കുകൾ പരുഷങ്ങളാകുന്നതാണ്. കള്ളം പറയേണ്ട സാഹചര്യം ഉദയം ചെയ്യുവാനിടയുണ്ട്. നേരായ വഴിയിലൂടെയും അല്ലാതെയും ധനാഗമം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കേണ്ടി വരും. അതിനാൽ സ്വൈരക്കേടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. തൊഴിലിടത്തിൽ അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടണമെന്നില്ല. അവസരങ്ങൾ അനർഹർ തട്ടിപ്പറിക്കുന്നതാണ്. കായികമായ അധ്വാനം ഈ ആഴ്ച വളരെയധികം വർദ്ധിക്കും. അങ്ങോട്ടിങ്ങോട്ട് ഉഴലുവാനും സാധ്യത വളരെയധികം വർദ്ധിക്കുന്നതാണ്. ആദർശവും പ്രായോഗികതയും തമ്മിൽ ബലാബലം ഭവിക്കുന്നതാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ഈ ആഴ്ച ശനി, രാഹു, ശുക്രൻ, ബുധൻ എന്നിങ്ങനെ 4 ഗ്രഹങ്ങൾ പോരുരുട്ടാതി 4-ാം പാദത്തിൽ സഞ്ചരിക്കുന്നു. മനസ്സിൽ അവ്യക്തത തുടരുന്നതാണ്. പ്രവൃത്തിയിൽ സംതൃപ്തി വളരെയധികം കുറയും. കർമ്മവേഗം മെല്ലെ പോക്കാവുന്നതാണ്. ലക്ഷ്യത്തിലെത്തുവാൻ പതിവിലും അധികം സമയം വേണ്ടിവരുന്നതാണ്. ഉത്സുകതയും ഉത്സാഹവും മങ്ങും. അനാവശ്യമായ ഈർഷ്യ, കർമ്മവൈമുഖ്യം ഇവയ്ക്ക് സാധ്യതയുണ്ട്.
നിങ്ങൾ വീട് വിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ മടങ്ങുവാൻ വൈകിയേക്കും. ഉപരിപഠന കാര്യത്തിൽ തീരുമാനം നീളുന്നതാണ്. അല്പമായ സന്തോഷങ്ങൾ അനുഭവിക്കാം. ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം കൈവശം വന്നു ചേരും. മനോവകർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. പലപ്പോഴും ഉറപ്പില്ലാത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവ പൂർത്തീകരിക്കുവാൻ ക്ലേശം അനുഭവിക്കേണ്ടി വരും. ജന്മത്തിലെ പാപഗ്രഹങ്ങൾ അലച്ചിൽ സമ്മാനിക്കുന്നതാണ്. ചെലവ് വളരെയധികം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. ഇടനിലക്കാർ അധികം പണം തട്ടിയെടുക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുന്നതും ഗുണകരമാണ്. ജന്മശനി ആലസ്യത്തിന് വഴിയൊരുക്കും. രാഹു ശനിയോഗം ഏത് കാര്യവും വൈകിപ്പിക്കുവാനുള്ള പ്രേരണ സമ്മാനിക്കുന്നതാണ്. അല്പമായ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. കുടുംബ സമാഗമം സന്തോഷം സമ്മാനിക്കുന്നതാണ്. പ്രണയത്തിന് തളർച്ചയുണ്ടാകില്ല. കലാരംഗത്തുള്ള ആളുകൾക്ക് പാരിതോഷികം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. ജന്മരാശി ഗ്രഹാധിക്യവും ഒപ്പം ജന്മനക്ഷത്രത്തിലെ ആദിത്യ സഞ്ചാരവും അവ്യക്തതകൾക്കും ധർമ്മസങ്കടങ്ങൾക്കും കാരണമാകുന്നതാണ്. പ്രവൃത്തികളിൽ പരാശ്രയത്വമുണ്ടാകും. ഏൽപ്പിക്കപ്പെട്ട കൃത്യങ്ങൾ നിർവഹിക്കുവാൻ കൂടുതൽ സമയം ആവശ്യമായി വരുന്നതാണ്. പാരമ്പര്യമായി ചെയ്തു പോന്നിരുന്ന തൊഴിലിനോട് വിരക്തി ഉണ്ടാകും. വ്യക്തിബന്ധങ്ങളുടെ ദൃഢതയ്ക്ക് അയവുണ്ടാകുന്നതാണ്. ഏകപക്ഷീയമായ തീരുമാനങ്ങളോട് ഉറ്റവ വിപ്രപത്തി അറിയിക്കുന്നതാണ്. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നാട്ടിലെത്തുവാൻ അവധി ലഭിക്കുന്നതാണ്. വിരുന്നുകളിൽ പങ്കെടുക്കുവാനും ധനവരവ് വളരെയധികം കൂടുകയും ചെയ്യുന്ന ആഴ്ചയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു തീരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.